നമ്മുടെ ബഹുമാനപ്പെട്ട PC ജോർജ് അദ്ദേഹം പാലാ സബ് ജയിലിൽ ഏതാനും ദിവസങ്ങൾ കഴിയേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെത്തി 10 മണിക്ക് കീഴടങ്ങും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അത് മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന് പകരം അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിട്ടാണ് ഹാജരായിട്ടുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവിടെ ഈ ഈരാറ്റുപേട്ടയിൽ PC ജോർജ് MLA ആയിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടാകുന്നതും അതിനുശേഷം ഈ കോടതി സമുച്ചയമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കോടതിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു ആദ്യം 6 മണിക്കൂർ. അതിനുശേഷം അദ്ദേഹത്തെ ഇപ്പോൾ സബ് ജയിലിലേക്ക് അയക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ഇനി അതിനിടയിൽ എന്താണെങ്കിലും പുതിയ ജാമ്യ ഉത്തരവൊന്നും വരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ജാമ്യം കൊടുക്കില്ല എന്നുള്ളത് കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിനനുബന്ധമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കാരണം PC ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനത് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തെ മതവിഭാഗമെല്ലാം തന്നെ രാജ്യദ്രോഹികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോയിടണമെന്നും ഒക്കെ അദ്ദേഹം പല പ്രസ്താവന നടത്തി. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ അപകടം മനസ്സിലാക്കി അദ്ദേഹം മാപ്പ് പറഞ്ഞു. പക്ഷേ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും ഈ പറയുന്ന അദ്ദേഹത്തിന് ഇതിനു മുമ്പും പല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. വിദ്വേഷ പ്രചരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒന്ന് എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു അമ്പലത്തിൽ പ്രസംഗിക്കുമ്പോഴാണ്. അങ്ങനെ പല ഘട്ടങ്ങളും ഉണ്ടായി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടുകൊണ്ടുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായി. അതിന് കടന്ന പ്രസ്താവനകളൊക്കെ ഉണ്ടായി. അതിൽ ഞാൻ തന്നെ നേരത്തെ വീഡിയോ ചെയ്തൊരു പ്രസ്താവന ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് വളരെ മികച്ചൊരു പ്രസ്താവനയായിരുന്നു. കാരണം ഗ്രിഗറിയും നമ്മുടെ ദുൽഖർ സൽമാനും കൂടി പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടെന്ന് പറയുന്നത് ഒരു സാധാരണ സിനിമയിലെ ഗ്രിഗറി മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടാണ്. ആ പാട്ടെന്ന് പറയുന്നത് മറ്റേ താളത്തിൽ ഒപ്പന പാടിവായോ എന്ന് പറയുന്ന ഒപ്പന പാടിവായോ ഉണ്ണിമായ എന്ന് വിളിക്കുന്ന ഒരു ലൈനുണ്ട്. അപ്പോൾ അതിൽ അന്ന് PC ജോർജ് വന്ന് പ്രസ്താവന അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത്, എന്തിനാണ് ഒപ്പന പാടാൻ വേണ്ടിയിട്ട് ഉണ്ണിമായനെ വിളിക്കുന്നത്? അത് ശരിയല്ലല്ലോ. അതിന് പകരം ഈ പറയുന്ന സുഹ്റ ബീവിയെയോ ഐഷുമ്മയോ ഒക്കെ വിളിച്ചാൽ പോരെ, എന്തിനാണ് ഒപ്പന പാടാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഉണ്ണിമായെ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ചിരി വരും. കാരണം റോഡ് മേലെ ടാറ് നീയെ എന്നൊക്കെ പറഞ്ഞാണ് ഒരു പെണ്ണിനെ ഉപമിക്കുന്നത്. അത്തരത്തിൽ വളരെ സമ്പുഷ്ടമായിട്ടുള്ള വരികളുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ട് പിന്നെയാണ് ഇദ്ദേഹം കീറി മുറിച്ചുകൊണ്ട് എന്തിനാണ് ഒപ്പന പാടാൻ ഉണ്ണിമായെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചത്. ഇത് അനുസിതാര അവതരിപ്പിച്ചിട്ടുള്ളൊരു അനുസിതാര നായികയായിട്ടുള്ളൊരു ഗാനമാണ്. അനുസിതാരയാണ് ആ സിനിമ പാട്ടിൽ കാണിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വിചിത്രവാദങ്ങളൊക്കെ തന്നെ പലപ്പോഴും നീണ്ടു. അതെല്ലാം തന്നെ ഒരു BJPയുടെ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ അദ്ദേഹത്തിന് SDP-യുമായും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുണ്ടായ വിരോധമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം അവരുമായിട്ട് യോജിച്ച് നിന്നിരുന്നു. പിന്നീട് അവരാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ഏറ്റവും പൂഞ്ഞാറിൽ വലിയ മുൻകൈ എടുത്തത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം നിലപാട് തിരുത്തുന്നതും അതിനുശേഷമാണ് അദ്ദേഹം BJP-യിലേക്ക് വരുന്നതൊക്കെ. BJP പോലും ഈ പ്രസ്താവനയുടെ കാര്യത്തിൽ ഇദ്ദേഹത്തെ അനുകൂലിക്കാൻ തയ്യാറായില്ല. കാരണം അവർ പറഞ്ഞിരുന്നത് ഈ പ്രസ്താവനയോട് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ പറയുന്ന PC ജോർജിനെ തള്ളിക്കളയാനാവില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ കോടതിയിലേക്കുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പോൾ PC ജോർജിനെ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചേക്കാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണി കഴിയുമ്പോഴാണ് സബ് ജയിലിലേക്ക് അയക്കുക. അതുവരെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ CPM-ഉം LDF-ഉം ചില പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് നമുക്കറിയാം 2 തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഒന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരായപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഏതാണ്ട് 3-3.5 മണിക്കൂർ ശരവേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. പിന്നെ മറ്റൊരവസരത്തിൽ അദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ നിന്ന് വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം 100 പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുകയും ഏതാണ്ട് ഘോഷയാത്ര പോലെ തന്നെ ലൈവ് ടെലികാസ്റ്റായി മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ഇടക്കൊക്കെ തടഞ്ഞു നിർത്തി BJP-കാർ മുദ്രാവാക്യം വിളിക്കുകയും ചെന്നപ്പോഴേക്കും വൈകുന്നേരത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്ത അവസ്ഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല. ഇത്തവണ പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അറസ്റ്റ് ഭയന്നിട്ടായിരിക്കണം അദ്ദേഹം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറിക്കളഞ്ഞു. അപ്പോൾ അവർ നോട്ടീസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം 2 തവണ
കോടതിയിൽ പോയി. ഒന്ന് താഴേക്കുള്ള കോടതിയിൽ പോയി, അത് അവർ ജാമ്യം കൊടുത്തില്ല, മുൻകൂർ ജാമ്യം കൊടുത്തില്ല. പിന്നെ ഹൈക്കോടതിയിൽ ചെന്നു. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ നിശിതമായ വിമർശനങ്ങളോടുകൂടിയാണ് ജാമ്യം നിഷേധിച്ചത്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു പ്രസ്താവന നടത്തിയപ്പോൾ, ഒരു പ്രസംഗത്തിൽ തന്നെ വിദ്വേഷ പ്രസംഗം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ ഈ തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥകൾ തന്നെ ലംഘിച്ചുവെന്നും അതുകൊണ്ട് ഇദ്ദേഹം ദയ അർഹിക്കുന്നില്ലെന്നും അതുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കുന്നില്ല എന്നുമൊക്കെയാണ് പറഞ്ഞത്. കൂടാതെ കുറച്ച് കടത്തി പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാകാൻ തന്നെ യോഗ്യതയില്ലാത്ത ആളാണ്, ഇത്രമാത്രം ബോധമില്ലാതെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കോടതി ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഹൈക്കോടതിയുടെ വിമർശനങ്ങളൊക്കെ തന്നെ നമ്മുടെ കീഴ്ക്കോടതിയെ ബാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഈരാറ്റുപേട്ട കോടതി കൃത്യമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ചില ചാനലുകളൊക്കെ, നമ്മുടെ മലയാളം ചാനലുകളിൽ വാർത്ത വായിക്കുന്ന ചില ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് ഇനി 14 ദിവസം കഴിയാതെ ഒരു കാരണവശാലും PC ജോർജിന് പുറത്തേക്കിറങ്ങാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ രോഷ്മി എന്നൊക്കെ പറയുന്ന ഇന്ത്യ റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വായിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് കേട്ടു. റിമാൻഡ് ചെയ്യുമ്പോൾ സാധാരണ 14 ദിവസം എന്ന് പറഞ്ഞാണ് റിമാൻഡ് ചെയ്യുക. 1 or 2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ജാമ്യവുമായിട്ട് കോടതിയെ സമീപിക്കാം, കോടതിക്ക് വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം. അതുകൊണ്ട് 14 ദിവസമൊന്നും അവിടെ ജാമ്യമില്ലാതെ കോടതിയിലോ ജയിലിലോ ഒന്നും PC ജോർജിന് കിടക്കേണ്ടി വരില്ല. പക്ഷേ ഒരു 2-3 ദിവസങ്ങൾ അല്ലെങ്കിൽ 4-5 ദിവസങ്ങളെങ്കിലും കിടക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നേക്കാം. ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രായവും അസുഖവും ഒക്കെ പരിഗണിച്ച്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത്തവണ LDF ഗവൺമെൻറ്റും പിണറായി വിജയനും ഒക്കെ തന്നെ ഇത് ശത്രുതാപരമായി എടുത്തൊരു നിലപാടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആവശ്യത്തിന് സമയം കൊടുത്ത് കൃത്യമായ എല്ലാ കോടതികളിലും പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അതിനൊന്നും പോകാതെ PC ജോർജ് വന്ന് കീഴടങ്ങിയപ്പോഴാണ് അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വലിയ ബഹളമൊന്നുമില്ലാതെ അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ മൈലേജ് ഒന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യം കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന CPM-നെ സംബന്ധിച്ചോളം തങ്ങൾക്ക് തിരിച്ചു പിടിക്കേണ്ട ഹിന്ദു വോട്ട് ബാങ്കുകളിൽ വലിയ ഭിന്നിപ്പൊന്നും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഈവൻ BJP അനുഭാവമുള്ള ആളുകൾക്ക് പോലും നാളെ CPM-ന് വോട്ട് ചെയ്യണം എന്ന് തോന്നാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സമീപനം എടുക്കുകയും വലിയ സമയം കൊടുത്തുകൊണ്ട് PC ജോർജിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് CPM വളരെ ശ്രദ്ധയോടുകൂടി ഇനിയുള്ള 1 വർഷത്തേക്ക് നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഈ പറയുന്ന ആവശ്യത്തിലേക്ക് സമയം കൊടുത്തുകൊണ്ട്, നോട്ടീസ് കൊടുത്തുകൊണ്ട് PC ജോർജ് വേണമെങ്കിൽ ഒളിവിൽ പോകണമെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട്, അതിനുശേഷം PC ജോർജിന് തന്നെ കീഴടങ്ങേണ്ടി വരുന്നൊരു ലെവലിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടൊക്കെ തന്നെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു നേരത്തെ ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാനാണ് CPM ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ ഹിന്ദു വോട്ട് ബാങ്കുകൾ തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വോട്ട് ബാങ്കുകളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് കാണാം. രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ്, അവസരങ്ങളുടെ കലയാണ്. അതുകൊണ്ട് ഈ അവസരത്തിലും വലിയ കേടുപാടുകളൊന്നും കൂടാതെ CPM-ഉം LDF-ഉം പിണറായി വിജയനുമൊക്കെ സ്വന്തം ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയിരിക്കുന്നു.